ഇടുക്കി നെടുങ്കണ്ടം തൂക്കുപാലത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറായ സോണി ജോസഫ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് പോലീസ്. സോണി ജോസഫിനെ മർദ്ദിച്ച ജീവനക്കാരുടെ വ്യാപാര സ്ഥാപനത്തിന് മുമ്പിൽ CPIM CITU പ്രവർത്തകർ പ്രതിഷേധിച്ചു. കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടു കൂടിയാണ് തൂങ്ങി മരിച്ച നിലയിൽ സോണിയെ കണ്ടെത്തിയത്. പുരിയിടത്തിന് സമീപത്തെ കൃഷിയിടത്തിലാണ് തൂങ്ങിയത്. കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് ശേഷം വ്യാപാര സ്ഥാപനത്തിന് മുമ്പിലുണ്ടായ തർക്കത്തെ തുടർന്ന് സോണി ഫിഷറീസ് ജീവനക്കാർ ചേർന്ന് ഇയാളെ ക്രൂരമായി മർദ്ദിച്ചിരുന്നു. ഭാര്യയുടെയും മക്കളുടെയും മുമ്പിലിട്ടാണ് മർദ്ദിച്ചത്. തൂക്കുപാലം ടൗണിലെ സോണി ഫിഷറീസ് നടത്തിപ്പുകാരും ഇതര സംസ്ഥാനക്കാരായ ജീവനക്കാരും ചേർന്നാണ് മർദ്ദിച്ചത്. ഇതിനുശേഷം മർദ്ദനത്തിൽ മനംനൊന്ത സോണി താൻ ആത്മഹത്യ ചെയ്യുവാൻ പോവുകയാണെന്ന് പലരോടും പറഞ്ഞിരുന്നു. മർദ്ദനത്തിൽ മനംനൊന്താണ് സോണി ആത്മഹത്യ ചെയ്തതെന്ന് ആരോപിച്ചാണ് CPIMന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തിയത്. സ്വന്തം പെണ്ണുങ്ങളുടെ മുന്നിൽ വെച്ച് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനായ ഓട്ടോറിക്ഷക്കാരനെ തല്ലുക എന്ന് പറയാം. അതിൽ ഇത്തരം മാനക്കാണ്. നിങ്ങൾ ഈ സ്ഥാപനത്തിൽ പോടും. 5 പേരെ അറസ്റ്റ് ചെയ്യണം. 5 പേരെ അറസ്റ്റ് ചെയ്യണം. 2 മണിക്കൂറോളം നീണ്ട പ്രതിഷേധത്തിനൊടുവിൽ പോലീസും പ്രവർത്തകരുമായി ചർച്ച നടത്തി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്ന മുറയ്ക്ക് ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് നൽകിയ ഉറപ്പിലാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത്. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ സോണിയുടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.